നമസ്കാരം. നമ്മൾ ഈ സ്ട്രീം ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് മൂല്യധാര, അതാണ് അതിൻ്റെ മലയാള അർത്ഥം. ഒരു ചാനൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തുടങ്ങാനുള്ളൊരു കാരണമുണ്ട്. ഗുരു നിത്യചൈതന്യതി സിംഫണി ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുകയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ സിംഫണി ഓഫ് വാല്യൂസിൽ മെയിനായിട്ട് അതിൻ്റെ കോറെന്ന് പറയുന്നത് ഗുരു തന്നെയാണ്, നാരായണ ഗുരു തന്നെയാണ്. ഗുരുവിനെ ബേസ് ചെയ്ത് തന്നെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അതിനോടുള്ള ആ ഒരു പ്രോജക്റ്റിനോടുള്ള ഒരു അതിയായ ആഭിമുഖ്യം നമുക്ക് ഉള്ളതുകൊണ്ട് അത് നമുക്കെടുത്ത് ചെയ്യാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഈ സിംഫണി ഓഫ് വാല്യൂസിന് പകരം സ്ട്രീം ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാരായണ ഗുരുവിൻ്റെ ദർശനം അത് പഠിക്കുക, ചർച്ച ചെയ്യുക, പഠിപ്പിക്കുക, പിന്നീട് ഗുരുവിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഉള്ള പഠനവും ഒക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. ഗുരുവിനെ ചർച്ച ചെയ്യാതെ ഇപ്പോൾ ഒരു കാര്യവും മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയുണ്ട്. ഗുരുവിനെ ടച്ച് ചെയ്യാതെ സാഹിത്യ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും എവിടെ ചെന്നാലും സാമൂഹിക തലത്തിലാണെങ്കിലും സാംസ്കാരിക തലത്തിലാണെങ്കിലും എവിടെ നമ്മൾ നോക്കിയാലും നാരായണ ഗുരു ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാന്നിധ്യമാണ്. എല്ലാ ചർച്ചകളിലും വരുന്നുണ്ട്. അപ്പോൾ പലയിടത്തു നിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഗുരുവിനെ തെളിവാർന്ന രീതിയിൽ സത്യസന്ധമായി അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വമാണ്. ഗുരു എന്താണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കിയിട്ട് അത് സമൂഹത്തിലേക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരിക, ജെന്യുവനായിട്ട് കൊണ്ടുവരിക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും വികലമായ വിലയിരുത്തലുകളും തെറ്റായ ചില വ്യാഖ്യാനങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് പല കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാതെ അത് അവതരിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതിനൊരു ബദൽ സിസ്റ്റം ഉണ്ടാകേണ്ടത് ആവശ്യകത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗുരുവിനെ സ്നേഹിക്കുന്ന, ഗുരുവിനെ ആരാധിക്കുന്ന, ഗുരുവിനെ പിന്തുടരുന്ന, ഗുരുവിനോട് ഭക്തിയുള്ള, ഗുരുവിനെ ജീവിതത്തിൽ ഗുരുവിനെ അനുസന്ധാനം ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ ജനതയുണ്ട്. അവർക്ക് അതറിയാം. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിനൊരു ക്ലാരിറ്റിയോട് കൂടി അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ സ്രോതസ്സായിട്ട് നിൽക്കുന്നത് നാരായണ ഗുരുകുലമാണ്. നമ്മൾ പഠിച്ചത് നാരായണ ഗുരുകുലത്തിലാണ്. അപ്പോൾ ഗുരുകുലത്തിൻ്റെ ഒരു രീതി ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗുരുകുലം പറഞ്ഞു തന്ന അറിവ് കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഗുരുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക, അത് ചർച്ചയ്ക്ക് കൊണ്ടുവരിക, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം ഗുരുവിൻ്റെ മാർഗത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഭക്തരും ഗുരുവിൻ്റെ ആരാധകരും ഗുരുവിൻ്റെ അനുയായികളും ഗുരുവിനെ ജീവിതത്തിൽ അനുസന്ധാനം ചെയ്യുന്നവരും ഗുരുവിനെ ഹൃദയത്തിലേറ്റി ജീവിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കുക. ഗുരു നമുക്ക് തന്നിട്ടുള്ള സമ്പത്ത് അത് അളവറ്റതാണ്. അതിൻ്റെ മൂല്യമാർക്കും അളക്കാൻ പറ്റില്ല, അത്ര സമുദ്രമാണ്. അതിൻ്റെ കരയ്ക്ക് നിന്നിട്ട് നമുക്ക് അല്പം നുണയാം, അത് കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അതുവഴി നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ ഗുരു അതിനായിരുന്നല്ലോ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഗുരു എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ഗുരു വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കുക.
നമുക്ക് നമ്മുടെ യാത്ര മുന്നോട്ട് പോകാം.